الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ولا تحزني يوم يبعثون يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, റബ്ബുൽ ഇസ്സത്തിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തോട് തന്നെയും നിങ്ങളിൽ ഓരോരുത്തരോടും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു സത്യവിശ്വാസി ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്ത 6 കാര്യങ്ങളുണ്ട്. എത്ര വലിയ തഖ്വ ഉള്ളവനാണെങ്കിലും ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ശ്രദ്ധയോടുകൂടി ജീവിക്കുന്നവരാണെങ്കിലും ഈ 6 കാര്യങ്ങൾക്ക് വേണ്ടി നാം അധ്വാനിക്കുകയും റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുകയും വേണം. അള്ളാഹുവിന്റെ കൂട്ടുകാരൻ ഖലീലുല്ലാഹ് എന്ന പദവി ലഭിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോലും ഇക്കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നതായി വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ നമുക്ക് മാതൃകയുണ്ട് എന്ന് പ്രത്യേകം പഠിപ്പിക്കുകയും ആ മില്ലത്ത് ജീവിതത്തിൽ വെച്ചു പുലർത്തണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സുമ്മ ഔഹൈനാ ഇലൈക്, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പ്രത്യേക കൽപ്പനയാണ്. നാം താങ്കൾക്ക് പിന്നീട് ഉത്ബോധനം വഹയ് നൽകിയിരിക്കുന്നു. എന്താണ് ആ വഹയ്? അനിത്തബിഅ മില്ലത്ത ഇബ്രാഹിം ഹനീഫ, നേർവഴിയിൽ നിന്ന് ഒരു അണുകിട പോലും വ്യതിചലിക്കാതെ ജീവിച്ച ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മില്ലത്ത് പിൻപറ്റണം എന്ന് നാം ഇതാ പ്രത്യേകമായി വഹയ് നൽകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും തുടർന്നുള്ള ജനവിഭാഗമായ നമ്മളോടും അള്ളാഹു കൽപ്പിക്കുന്നു. എന്നിട്ട് ശ്രേഷ്ഠമായ ഒരു ഗുണം അള്ളാഹു ആ പ്രവാചകന്റേത് പ്രത്യേകമായി എടുത്തു പറഞ്ഞു. വമാ കാന മിനൽ മുശ്രിക്കീൻ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിൽ പങ്കു ചേർക്കാത്തവൻ ആയിരുന്നു. ഒന്നിനെയും അള്ളാഹുവിൽ പങ്കു ചേർത്തിരുന്നില്ല എന്ന് സൂറത്തു നഹ്ലിലെ 123-ാമത്തെ ആയത്തിൽ പ്രത്യേകമായി പഠിപ്പിക്കുന്നുണ്ട്.
അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചരിത്രം വിശദീകരിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ആ പ്രവാചകനിലൂടെ നമുക്ക് ഗുണപാഠമായി പഠിപ്പിച്ചിട്ടുള്ള ഈ 6 കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളണം, ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം, നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിൽ ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം അനുഷ്ഠിക്കുന്ന മതത്തിന്റെ വിഷയത്തിൽ അറിവിന്റെ അഭാവം നമുക്ക് ഉണ്ടായിക്കൂടാ എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ മതമായി ഉൾക്കൊള്ളുന്ന ഏതൊരു കാര്യവും കൃത്യമായ അറിവോട് കൂടിയായിരിക്കണം നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. കാരണം എല്ലാ വിഷയത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അസ്ല്, ഒരു അടിസ്ഥാനം വെച്ചിട്ടുണ്ട്. അത് ശരിയാവണ്ണം നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ വഴി പിഴച്ചു പോകും. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിലെ സാങ്കേതിക പദങ്ങളിൽ ഒന്നാണ് ഈമാൻ. എന്താണ് ഈമാൻ? ആ ഈമാന് കൊണ്ട് എന്താണ് അല്ലാഹു നമ്മോട് കൽപ്പിക്കുന്നത് എന്നതിനൊരു അസ്ലുണ്ട്. അത് നമ്മുടെ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിച്ചതാണ്. വമാ കാന മിനൽ മുശ്രിക്കീൻ. ഒന്നിനെയും അല്ലാഹുവിൽ പങ്കു ചേർക്കാതെ ഖാലിസായ മനസ്സോടുകൂടി എല്ലാം അല്ലാഹുവിൽ നിന്നാണ് എന്നും റഹ്മാനായ റബ്ബിൽ നിന്നാണ് എല്ലാ നന്മയും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഞാൻ തിന്മയാണെന്ന് വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹുവിൽ നിന്നുള്ള പരീക്ഷണമാണ് എന്നും തിരിച്ചറിയുക എന്നതാണ്. ശിർക്കില്ലാത്ത ഒരു വിശ്വാസമാണ് ഈമാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഈമാൻ ശരിയാവണ്ണം മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് മഹാഭൂരിപക്ഷത്തിന് അപകടം സംഭവിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയാം. ഇസ്ലാമിൽ നെദറുണ്ട്, നേർച്ച. ഇസ്ലാമിൽ അതിനൊരു നേർച്ചക്ക് ഒരു കൃത്യമായ പഠനമുണ്ട്, കൃത്യമായ അറിവുണ്ട്. അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. തിന്മയായ ഒരു കാര്യത്തിനും നേർച്ച നേരുവാൻ പാടില്ല. അള്ളാഹുവിങ്കൽ നിന്നുള്ള പ്രതിഫലം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പേരിലാണ് നേർച്ച. അതല്ലാത്തതൊക്കെ ഈ അസ്വലിൽ നിന്ന് തെറ്റിപ്പോയതാണ്. തവക്കുലുണ്ട്. എന്താണ് തവക്കുൽ? ഭരമേൽപ്പിക്കുക. ആ ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് അള്ളാഹു എല്ലാ സഹായവും ചെയ്യും, എന്നെ സംരക്ഷിക്കുന്നവൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞ് തന്നാൽ കഴിയുന്നത് ചെയ്യാതെ ജീവിക്കുന്നതിനല്ല തവക്കുൽ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ വന്ന് ഒരു അഅറാബി പറഞ്ഞൊരു സംഭവം ചരിത്രത്തിലുണ്ട്. റസൂലുള്ളാഹിനോട് ചോദിച്ചു, റസൂലേ, ഞാൻ എന്റെ ഒട്ടകത്തെ അവിടെ നിർത്തിയിട്ടുണ്ട്, ഞാൻ അവന്റെ അടുത്തുനിന്ന് പോന്നു, ഇങ്ങനെ ആ ഒട്ടകത്തിന്റെ കാര്യം അള്ളാഹുവിൽ തവക്കുൽ ചെയ്താൽ പോരെ? അള്ളാഹു നോക്കൂലേ? എന്റെ കാര്യം അള്ളാഹു നോക്കൂ. റസൂലുള്ളാഹി പറഞ്ഞു, നീ ആ ഒട്ടകത്തെ അഴിഞ്ഞു പോകാത്ത വിധം ഒരു കുറ്റിയിൽ ബന്ധിക്കുക, എന്നിട്ട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക. റസൂലുള്ളാഹി പഠിപ്പിച്ചത് തവക്കുലിന്റെ വിശാലമായ അർത്ഥമാണ്. നമ്മളാൽ കഴിയുന്ന മുഴുവൻ കർമ്മങ്ങളും ചെയ്ത് ഇനി എന്നെ കൊണ്ട് ഇതിലൊന്നും ചെയ്യാനില്ല, പ്രവർത്തിക്കാനില്ല, ഇനി റഹ്മാനായ റബ്ബ് എന്നെ സഹായിക്കുക തന്നെ ചെയ്യും എന്നതാണ്. ഇസ്തിആനത്തുണ്ട് ഇസ്ലാമിൽ, സഹായത്തേട്ടം, ഇഖ്ലാസ് ഉണ്ട്. സഹോദരങ്ങളെ, ഈ പറഞ്ഞ ഇസ്ലാമിലെ ഓരോ അടിസ്ഥാന സ്തംഭങ്ങൾക്കും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ശരിയായ അറിവ് എനിക്ക് ഉണ്ടാവുക എന്നത് നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമാണ്. അതുകൊണ്ട് മതം പഠിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മില്ലത്തിനോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന നമുക്കുണ്ടാകേണ്ടുന്ന ഗുണമാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മാത്രമല്ല, ഈ ഒരു അസ്ല് തിരിയാനും അസ്ല് മനസ്സിലാകാനും ശരിയായ അറിവ് എനിക്ക് ലഭിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, റബ്ബി ഹബ്ലി ഹുക്മ, അല്ലാഹുവേ എനിക്ക് കൃത്യമായ വ്യക്തമായ ഹിക്മത്ത്, തത്വജ്ഞാനം, മതപരമായ അറിവ് നീ നൽകണമേ എന്ന്
ആ പ്രവാചകൻ പ്രാർത്ഥിച്ചു. പ്രവാചകന്റെ ഏറ്റവും ഉത്തമ അനുയായിയായി അള്ളാഹു തന്നെ പരിചയപ്പെടുത്തിയ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസികളെ, ഈ ദുൽഹജ്ജ് മാസത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ഖലീലായി നമ്മുടെ പ്രവാചകനെ അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത് ഖലീലുല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗുണങ്ങൾ നമുക്കും ഉണ്ടായാൽ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന അടിമയായി നമ്മൾ മാറുമെന്ന സന്തോഷമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. രണ്ടാമത് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മില്ലത്തിൽ നാം ജീവിക്കുമ്പോൾ രണ്ടാമത് നാം ശ്രദ്ധിക്കേണ്ടുന്ന പോയിന്റ് വിഷയം നല്ലവരോടൊപ്പമാണ് നാം ഉള്ളത് എന്ന് ഉറപ്പുവരുത്തുക എന്നതാണ്. എന്റെ ജീവിതത്തിന്റെ രാപ്പകലുകളിൽ എന്റെ കൂടെയുള്ളത് ഏറ്റവും നല്ലവരാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക എന്നതാണ്. ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് ഇന്റർനെറ്റിന്റെ ലോകത്താണ് എന്ന് നമുക്കറിയാം. അവർക്ക് അറിയാവുന്ന കുറെ പദങ്ങളുണ്ട് അല്ലെ? ആ പദങ്ങളിൽ നിന്നുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്സിന്റെ സർക്കിൾ ആരാണ്, എന്റെ ഫ്രണ്ട്സിന്റെ സർക്കിൾ ആരൊക്കെയാണ് എന്റെ കൂടെയുള്ളത്, എന്റെ ഫോളോവേഴ്സ് ആരാണ്, ഞാൻ ഫേസ്ബുക്ക് തുറന്നാൽ, യൂട്യൂബ് തുറന്നാൽ, ഇൻസ്റ്റാഗ്രാം തുറന്നാൽ, അങ്ങനെ ആധുനികമായ സങ്കേതങ്ങളൊക്കെ ഞാൻ തുറന്നാൽ എന്റെ ചുറ്റും ആരാണ് ഉള്ളത്, എന്റെ കാഴ്ച എന്താണ്, എന്റെ കേൾവി എന്താണ്, ഞാൻ ആരോടാണ് സംസാരിക്കുന്നത്, ഞാൻ എന്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ നന്നാക്കിയില്ലെങ്കിൽ വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ സഹോദരങ്ങളെ ഫിസിക്കലായി ഒന്ന് ചിന്തിക്കൂ. ഇത് നമ്മൾ ഒറ്റക്കാകുമ്പോൾ നമ്മുടെ ഇന്റർനെറ്റിന്റെ ലോകത്തെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. നമ്മൾ അയൽവാസികളുമായുള്ള ബന്ധം അല്ലെ, ബന്ധുമിത്രാദികളോടുള്ള ബന്ധം, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധം, അവർക്ക് ഇടയിലുണ്ടാകുന്ന സൗഹൃദങ്ങൾക്ക് എന്തെങ്കിലും വിള്ളൽ സംഭവിക്കുന്നുണ്ടോ? ഈ കൂട്ടുകാരിൽ ആരൊക്കെയാണ് എനിക്ക് എന്റെ മതപരമായി ഞാൻ ഒഴിവാക്കേണ്ടത്, ആരെയാണ് ഞാൻ കൂടെ കൂട്ടേണ്ടത്? ഇത് ജീവിതത്തിൽ ഓരോ രാവിലും ഓരോ പകലിലും വളരെ ശ്രദ്ധയോടുകൂടി നിന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം പൂർണ്ണമായി നാശത്തിലേക്കായിത്തീരും എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും നന്മ മാത്രമുണ്ടാകുന്ന ബന്ധങ്ങളായിരിക്കണം അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് നാം ഒന്ന് ചിന്തിക്കാം, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റുമോ? വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതാ, വഅൽഹിഖ്നി, അല്ലാഹുവേ നീ എന്നെ ചേർക്കണമേ, ബിസ്സാലിഹീൻ, സച്ചരിതരായ സദ്വൃത്തരായ ആളുകളുടെ കൂടെ അല്ലാഹുവേ നീ എന്നെ ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധ്യമാകണമെങ്കിൽ സഹോദരങ്ങളെ, ഈ പവിത്രമായ മാസത്തിന്റെ പരിശുദ്ധമായ ദിനരാത്രങ്ങൾ കടന്നു പോകുമ്പോ നമ്മുടെ ഓരോ ബന്ധങ്ങളെയും നൂലിഴ കീറി പരിശോധിച്ച് ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കാനും സ്വീകരിക്കേണ്ടുന്ന നല്ല ബന്ധങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും നമുക്ക് സാധിക്കണം. ഈ ദുൽഹജ്ജ് മാസം പിറന്നിട്ട് ഒരു പേജ് പോലും ഖുർആൻ എന്ന കൂട്ടുകാരനെ സ്വീകരിക്കാൻ കഴിയാത്തവരായി നാം ജീവിക്കുന്നുവെങ്കിൽ അല്ലെ, ഇന്നൊരു പേജ് ഓതാൻ, ഇന്നലെ ഒരു പേജ് ഓതാൻ, ഒരു 2 ആയത്ത് ഹിഫ്ളാക്കാൻ എന്റെ ഒരു പുതിയ കൂട്ടുകാരനായി ഖുർആനിനെ കൂടെ കൂട്ടാൻ നമുക്ക് സാധിച്ചുവോ സുഹൃത്തുക്കളെ? അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആയിരക്കണക്കിന് സ്വഹീഹായ ഹദീസുകളുടെ കൂട്ടത്തിൽ എന്റെ ജീവിതത്തിൽ എനിക്ക് കാണാതെ അറിയാവുന്ന 10 ഹദീസുകൾ ഇതാ എന്ന് പറയാൻ പ്രിയ കൂട്ടുകാരെ, പ്രിയ സുഹൃത്തുക്കളെ, യുവാക്കളെ നമുക്ക് സാധിക്കുമോ? ഇല്ല. എന്നാൽ നമ്മുടെ ഫോളോവേഴ്സിന്റെ എണ്ണവും നമുക്ക് ലഭിക്കുന്ന ലൈക്കും അതുപോലെ തന്നെ നാം അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ വ്യൂ ചെയ്ത ആളുകളെയും നോക്കി അഭിരമിക്കുമ്പോ നാളെ പരലോകത്ത് ഇതെല്ലാം എനിക്ക് റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ വിചാരണക്ക് വരുന്ന കാര്യമാണല്ലോ. ഓരോ രഹസ്യവും ഓരോന്നെടുത്ത് ഇഴകീറി പരിശോധിച്ചതിന്റെ പ്രതിഫലം നിശ്ചയിച്ച് നൽകുന്ന റഹ്മാനായ റബ്ബിന്റെ കോടതിയിലേക്കുള്ള യാത്രയിലാണ് ഞാനെന്ന് ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്ന നമ്മളോടാണ്
ഈ പരിശുദ്ധ ദുൽഹജ്ജ് മാസം സംസാരിക്കുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്മോട് സംസാരിക്കുന്നത് ആ പ്രവാചകനാണ് പ്രാർത്ഥിച്ചത്, റബ്ബി ഹബ്ലി ഹുക്മാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, ഏറ്റവും വിവേകമുള്ള അറിവ് എനിക്ക് നൽകണം നാഥാ, ഏറ്റവും സ്വാലിഹീങ്ങളുടെ കൂടെ നീ എന്നെ ചേർക്കണം എന്ന് ആ പ്രവാചകനും പ്രവാചകനെ തുടർന്നു വന്ന പ്രവാചകന്മാരും സത്യവിശ്വാസികളും പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്കതിന് കരുത്തുണ്ടാവണം, വിശ്വാസത്തിന്റെ ഊർജമുണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മൂന്നാമത്തെ ഒരു കാര്യം സഹോദരങ്ങളെ, മറ്റു വിശ്വാസികളെ മുറിവേൽപ്പിച്ചുകൊണ്ട് മരണപ്പെട്ടു പോവുകയില്ല എന്ന് തീരുമാനിക്കണം. തന്റെ സഹോദരങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട്, എന്റെ സഹോദരങ്ങൾക്ക് ഒരു വിമ്മിഷ്ടമുണ്ടാക്കിക്കൊണ്ട് ഞാൻ മരിച്ചു പോകൂല എന്ന് തീരുമാനിക്കണം. കാരണം എന്താ അറിയോ, നമ്മുടെ കാലശേഷം നല്ലത് മാത്രമായിരിക്കണം നമ്മെക്കുറിച്ച് പറയാനുണ്ടാവേണ്ടത് എന്ന തീരുമാനമെടുക്കാൻ നമുക്ക് പറ്റണം. അപ്പൊ ചില ഉൾക്കാഴ്ചകൾ നമുക്കുണ്ടാകും. എന്താണ് ഉൾക്കാഴ്ച? നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ നല്ലത് നമ്മോട് സംസാരിക്കണം, നമ്മെക്കുറിച്ച് നല്ലത് സംസാരിക്കണം എന്ന് ചിന്തിക്കുന്ന ആളുടെ മനസ്സിൽ ആദ്യത്തെ ചിന്ത അയാളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ അയാൾക്ക് നന്മ ചെയ്യുക, ലിവജിഹില്ല, അള്ളാന്റെ കൂലി മാത്രം ആഗ്രഹിച്ച് നന്മ ചെയ്യുന്ന ആളായി മാറുക. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നറിയോ, നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പലതും ആഗ്രഹിക്കും. ഒരു ബഹുമാനം, ഒരു ആദരവ്, ഒരു പുഞ്ചിരി, ഇങ്ങനെ തുടങ്ങി പല ആദരവുകളും നമ്മൾ പലരിൽ നിന്നും പ്രതീക്ഷിക്കും. നമ്മൾ ചെയ്തിട്ട് എന്തേ എനിക്കൊരു അംഗീകാരം കിട്ടിയില്ല, എന്നെന്തേ ഉൾക്കൊണ്ടില്ല, എന്നെന്തേ ക്ഷണിച്ചില്ല, ഇങ്ങനെ തുടങ്ങി 1001 വസ്വാസുകളും സംശയങ്ങളും ഈറകളും ദേഷ്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് പിശാച് മെല്ലെ മെല്ലെ കൊണ്ടുവരും. അതിന്റെ അനന്തരഫലം എന്താ അറിയോ, ആളുകൾ നമ്മെ മടുക്കും, ആളുകൾ നമ്മെ വെറുക്കും, ആളുകൾ നമ്മെ അകറ്റും. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇങ്ങനെ പ്രാർത്ഥിച്ചത്. സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ജീവിതം കൊണ്ടും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു അടിമയാകണം എന്ന് ചിന്തിക്കുമ്പോ അവിടെ ചില എഡിറ്റുകൾ നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ ഇരുത്തത്തിൽ, നമ്മുടെ എല്ലാ കാര്യത്തിലും നമുക്ക് സ്വയം ഇങ്ങനെ ആലോചിച്ചാൽ ചില എഡിറ്റുകൾ വേണ്ടി വരും. എന്തേ അവൻ എന്നോടൊരു ഈർഷ്യത? അവിടെ സ്വയം പരിശോധിക്കാൻ പറ്റണം. എന്തേ എന്റെ കുടുംബത്തിൽ എന്നോടൊരു അകലം? എന്തേ എന്റെ ഉപ്പാക്കൊരു മുഷിപ്പ്? എന്തേ എന്റെ ജ്യേഷ്ഠനൊരു ഇപ്പൊ കുറച്ചായിട്ടൊരു അകലുണ്ടല്ലോ? എന്റെ പെങ്ങൾ എന്തേ എന്നോട് ഇങ്ങനെ ഒന്ന് ഇഴകീറി പരിശോധിച്ചാൽ സ്വയം ഒരു എഡിറ്റിനെ നാം വിധേയനാകണം. അത് ഈ ദുനിയാവ് മറന്നാ മാത്രമേ നടക്കുള്ളൂ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ദുനിയാവിലെ ചില സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ ഈ ദുനിയാവിലെ ചില അംഗീകാരങ്ങളൊക്കെ മറക്കണം. എന്നിട്ടോ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കണം. എന്താണ് ആ പ്രതിഫലം? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുക, വജഅല്ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. നമുക്ക് പറ്റുമോ? പിൽക്കാലക്കാർക്കിടയിൽ സൽകീർത്തി ഉണ്ടാക്കുകയും ചെയ്യണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുക. വജഅൽനി, അല്ലാഹ് നീ എന്നെ ഉൾപ്പെടുത്തണം കേട്ടോ. എന്താണ് ഉൾപ്പെടുത്തേണ്ടത്? ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. ഇനി വരുന്ന തലമുറകൾക്കിടയിൽ ഏറ്റവും നല്ല വാക്ക് എന്നെ കുറിച്ച് പറയണം. അല്ലേ? അല്ലാഹ് പ്രാർത്ഥന കേട്ടില്ലേ സഹോദരങ്ങളെ? ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നമ്മുടെ കാരുണ്യത്തിൽ നിന്ന് നാം അവർക്കത് നൽകുകയും ചെയ്തു. എങ്ങനെ? വജഅൽനാ ലഹും ലിസാന സിദ്ഖിൻ അലിയ, അവർക്ക് നാം ഉന്നതമായ സൽകീർത്തി നൽകുകയും ചെയ്തു. ഏതുവരെ? വേദക്കാരായ ഏത് മതസ്ഥരും ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ ബഹുമാനിക്കാത്തവർ ഇല്ല. അല്ലെ? ജൂത ക്രൈസ്തവരെടുത്തു നോക്ക്, അവർ പോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ ബഹുമാനിക്കുന്നു. കാരണം അല്ലാഹ് പറഞ്ഞ വാക്കാണ്. അത് സത്യം പോലെ പുലർന്നിട്ടുണ്ട് എങ്കിൽ 4000-5000 വർഷങ്ങൾക്ക് ശേഷവും ഇടതടവില്ലാതെ അത് തുടരുന്നുവെങ്കിൽ വിശ്വാസികളെ, അത് പോരെ ഖിയാമത്ത് നാൾ സംഭവിക്കും എന്നതിന് തെളിവ്. അല്ലേ? ഖുർആനിന്റെ ഒരു വാക്ക് സത്യസന്ധമായി ഇന്നും പുലർന്ന് കാണുന്നുവെങ്കിൽ ഞാൻ മരണത്തിന് ശേഷം ഇനി ജീവിക്കും എന്നതിന് അത് മാത്രം തെളിവായി നമുക്ക് പോരെ. നാലാമത്, സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, അതിനു വേണ്ടി നമ്മൾ ചോദിക്കണം അല്ലാഹുവോട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിക്കണം, വജഅൽനി മിൻ വറസത്തി ജന്നത്തി നഈം. അല്ലാഹ്, എല്ലാ സുഖാനന്ദത്തിന്റെയും ആ സ്വർഗത്തിന്റെ അവകാശികളിൽ നീ എന്നെ ഉൾപ്പെടുത്തണമേ. അല്ലേ? ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിക്ക് സ്വർഗാണ്. കാരണം അല്ലാഹ് പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാത്ത പ്രവാചകൻ. ആ പ്രവാചകന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് അള്ളാന്റെ റസൂൽ പറഞ്ഞത്, പ്രഭാതത്തിൽ 3 തവണയും പ്രദോഷത്തിൽ 3 തവണയും
നരകത്തിൽ നിന്ന് മോചനവും സ്വർഗപ്രവേശനവും ഒരാൾ ചോദിച്ചാൽ അയാൾക്ക് സ്വർഗം അല്ലാഹു കൊടുക്കുമെന്ന്. അഞ്ചാമത്തെ കാര്യം തരും സഹോദരങ്ങളെ, സ്വാലിഹീങ്ങളായ മക്കളുടെ പ്രാർത്ഥന ലഭിക്കാൻ നാം യോഗ്യതയുള്ളവരാകണം. നല്ല സ്വാലിഹീങ്ങളായ മക്കളുടെ പ്രാർത്ഥന കിട്ടണമെങ്കിൽ അത് വേണം. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലാഹുവേ എന്റെ ഉപ്പാക്ക് നീ പുറത്തു കൊടുക്കണം. കാരണം അദ്ദേഹം അവിവേകിയാണ്, വഴികെട്ടു പോയൊരു മനുഷ്യനാണ്. അത് അള്ളാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കൊടുത്തൊരു കരാറിന്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിച്ചത്. വമാ കാന ഇസ്തിഗ്ഫാറു ഇബ്രാഹിം ലി അബീഹി ഇല്ലാ അൻ മൗഇദത്തിൻ. അള്ളാഹിനോട് ഒരു കരാർ വെച്ചിരുന്നു. എന്നിട്ട് തന്റെ പിതാവ് അള്ളാഹുവിന്റെ ശത്രുവാണ് എന്ന്, അന്നഹു അദുവ്വുൻ ലില്ലാഹ്, അള്ളാഹിന്റെ ശത്രുവാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിക്ക് ബോധ്യപ്പെട്ടപ്പോ തബറഅ മിൻഹു, അതിൽ നിന്ന് പിന്മാറി. നോക്കൂ നിങ്ങൾ, സ്വാലിഹായ ഒരു മകന്റെ പ്രാർത്ഥന ആ പിതാവിന് നഷ്ടപ്പെട്ടുവെങ്കിൽ, നമ്മളൊക്കെ ജീവിതത്തിൽ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ മക്കൾ നമ്മെ ഓർത്ത് പ്രാർത്ഥിക്കണമെങ്കിൽ ജീവിതത്തിൽ നന്മയുള്ളൊരു മാതാവും പിതാവും ആ പിതാക്കളിൽ നിന്ന് മക്കളും നമുക്കുണ്ടാവണം. ഒന്നുകൂടി ഇതിലുണ്ട് സഹോദരങ്ങളെ, രക്തബന്ധത്തെക്കാൾ വലുതാണ് തൗഹീദ് എന്നത് നാം മറന്നുകൂടാ. ആസർ ഇബ്രാഹിം നബിയുടെ പിതാവായിരുന്നിട്ട് പോലും ബിംബങ്ങൾ ഉണ്ടാക്കുകയും അവക്ക് നേർച്ച നേരുകയും അവയോട് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോ അള്ളാഹുവിന്റെ ശത്രുവാണ് എന്നാണ് അള്ളാഹു പഠിപ്പിച്ചത്. അല്ലെ, ആ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് അള്ളാഹു പഠിപ്പിക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ ശിർക്ക്, ബിദ്അത്ത്, അതുപോലെ തന്നെ ഹറാമുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾ എത്ര നന്നായി നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ലഭിക്കില്ലല്ലോ എന്ന തിരിച്ചറിവിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ മില്ലത്തിലേക്ക് നമുക്ക് തിരിച്ചു നടക്കാൻ സാധിക്കണം. ആറാമത്തെ കാര്യം സഹോദരങ്ങളെ, നമ്മുടെ അകവും പുറവും ഒന്നാകണം എന്നാണ്. അകവും പുറവും ഇല്ലെങ്കിൽ എന്താ അറിയോ, പരലോകത്ത് നാം അപമാനിതരാകും. ഇവിടെ ചിലപ്പോൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകും, ആരും അറിയാത്തൊരു കോലത്തിലൊക്കെ നമുക്ക് ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റും. പക്ഷേ നാളെ പരലോകത്ത് അല്ലാഹ് പറയാ, വലാ തുഹസ്സിനി യൗമ യുബ്അസൂൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കാം, ഒരു തെറ്റും ചെയ്യാതെ റഹ്മാനായ റബ്ബിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കാം, വലാ തുഹസ്സിനി യൗമ യുബ്അസൂൻ. പടച്ചോനെ, നാളെ ഖിയാമത്ത് നാൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമ്പോ നീ എന്നെ അപമാനിക്കല്ലേ. ആരാ പ്രാർത്ഥിച്ചത്? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. മക്കളോ സ്വത്തോ ഒന്നും ഉപകാരപ്പെടാത്തൊരു ദിവസം. എന്തിനു വേണ്ടിയാണ് അവിടെ ആർത്തി കൂട്ടിയത്? അതൊന്നും പ്രയോജനപ്പെടുത്താത്ത ദിവസം. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. പരിശുദ്ധമായൊരു മനസ്സിന്റെ, ശുദ്ധമായൊരു ശരീരത്തിന്റെ ഉടമയായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവർ ഒഴികെ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഈ 6 ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് സത്യവിശ്വാസികളെ ഒരാവർത്തി നാം പരിശോധിച്ചാൽ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു പോകും. നമ്മൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കേണ്ടവരായി വരും. ഇത്ര പോരാ, ഇനി ഇത്തകാലം ജീവിച്ചതുപോലെ ജീവിച്ചാൽ പോരാ എന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കും. അതിന് ഈ ദുൽഹജ്ജ് മാസം നമ്മെ പ്രേരിപ്പിക്കുമാറാവട്ടെ. ജീവിതത്തെ തിരിഞ്ഞു നോക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നാം ഇപ്പോൾ കടന്നു പോകുന്ന ദിനങ്ങൾ ദുൽഹജ്ജിലെ 1-ന്റെയും 10-ന്റെയും ഇടയിലുള്ള പുണ്യ ദിനങ്ങളിലൂടെയാണ് എന്ന് നമ്മൾ മറക്കാൻ പാടില്ല. പരമാവധി സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും തഹ്ലീലും തഹ്മീദും തക്ബീറും ഒക്കെ വർദ്ധിപ്പിച്ച് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും അള്ളാഹുവിന്റെ വേദഗ്രന്ഥം വിശുദ്ധ ഖുർആനിനോട് അത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആത്മാവിനെ ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അറഫ എന്ന് പറയുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം
അറഫയിൽ ഹാജിമാർ സംഗമിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അറഫാ ദിനത്തിൽ നോമ്പനുഷ്ഠിക്കുക എന്നതാണ്. വസുഇല അൻ സൗമി അറഫ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറഫ നോമ്പിനെ കുറിച്ച് ചോദിച്ചു. യുകഫിറു സനത്തൽ മാളിയ വൽ ബാഖിയ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ ഒരു കഴിഞ്ഞ വർഷത്തെ, വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങൾ അല്ലാഹു പുറത്തു നൽകുന്ന ശ്രേഷ്ഠമായ ഒരു നോമ്പ് അല്ലാഹു നൽകിയിട്ടുണ്ട്. അതെ, മനസ്സൊന്ന് അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോയൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രതീക്ഷയാണ് അറഫ നോമ്പ്. അതുകൊണ്ട് തന്നെ അറഫ നോമ്പ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഹജ്ജിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ ഹജ്ജു അറഫ. അറഫയിൽ നിന്ന ഒരാൾക്ക് ഹജ്ജ് പൂർണ്ണമായി. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ അറഫയിൽ നിൽക്കുന്ന ഹാജിമാർക്ക് അറഫയിലുള്ള പ്രാർത്ഥനയും അവിടെ നൃത്തവുമാണ് അവർക്ക് അള്ളാഹു നിശ്ചയിച്ചത്. എന്നാൽ അവർക്ക് നോമ്പില്ല. നോമ്പ് ആർക്കാണുള്ളത്? ഹജ്ജില്ലാത്ത, ഹജ്ജിന് പോകാത്ത ആളുകൾക്കാണ്. സ്വാഭാവികമായും ചില സംശയങ്ങളൊക്കെ ഈ സന്ദർഭത്തിൽ ഉയരാറുണ്ട്. എന്നാണ് ഈ അറഫ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് എന്നതാണ്. നമുക്ക് ആദ്യം അത് മനസ്സിലാക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് പ്രകാരം നമ്മളൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് മാസപ്പിറവി ദർശിച്ചത് അനുസരിച്ച് ദുൽഹജ്ജ് 9-നാണ് നോമ്പനുഷ്ഠിക്കേണ്ടത്. അത് നമുക്ക് മാസപ്പിറവി കണ്ടതനുസരിച്ച് ഈ വരുന്ന വെള്ളിയാഴ്ചയാണ്. ദുൽഖഅദ് 29, കഴിഞ്ഞ ചൊവ്വാഴ്ച. അന്ന് കേരളത്തിൽ എവിടെയും മാസപ്പിറവി കണ്ടില്ല. 30 തികച്ചപ്പോൾ ദുൽഹജ്ജ് 1 വ്യാഴാഴ്ചയായി മാറി. അപ്പോ ദുൽഹജ്ജ് 9 വെള്ളിയാഴ്ചയും ശനിയാഴ്ച പെരുന്നാളുമായി കൊണ്ടാണ് കേരളത്തില് നമുക്ക് ഉള്ളത് എന്ന് നമ്മൾ അറിയണം. അപ്പൊ വെള്ളിയാഴ്ചയാണ് അറഫ നോമ്പനുഷ്ഠിക്കേണ്ടത്. സ്വാഭാവികമായും ചില സംശയങ്ങളൊക്കെ ഉണ്ടാകും. അതിൽ അടിസ്ഥാനം നമ്മൾ അറിയണം. അസ്ല് പഠിക്കണം നമ്മൾ പറഞ്ഞല്ലോ. അടിസ്ഥാനം എന്ന് പറയുന്ന റസൂലുള്ളാഹിന്റെ ഹദീസാണ്. സൂമൂ ലിറുഅയതിഹി വഅഫ്തിറൂ ലിറുഅയതിഹി. നിങ്ങൾ മാസപ്പിറവി കണ്ടാൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക. മാസപ്പിറവി കണ്ടാൽ നിങ്ങൾ അത് അവസാനിപ്പിക്കുകയും ചെയ്യുക. ഫൈൻ ഗമ്മ അലൈക്കും ഫഖ്ദിറൂ ലഹു. നിങ്ങൾക്ക് കാർമേഘങ്ങൾ കൊണ്ടോ മറ്റോ അത് മൂടപ്പെട്ടാൽ നിങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യുക. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. എന്നാൽ ഈ ഒരു ഹജ്ജ് മാസങ്ങൾ വന്നാൽ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാവുന്ന ഒരു ചോദ്യമാണ്. അന്ന് സൗദി അറേബ്യയിലെ അവിടെ വെള്ളിയാഴ്ചയാണല്ലോ, വ്യാഴാഴ്ചയാണല്ലോ, നമുക്കെന്താ ഇങ്ങനെ അല്ലെ? ഒരു ഐക്യദാർഢ്യമല്ലേ വേണ്ടത്? അറഫയിലെ ഹാജിമാർ ഒരുമിച്ച് കൂടുമ്പോഴല്ലേ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ വസ്വാസിന്റെ ചോദ്യങ്ങൾ ആളുകൾ ഉണ്ടാക്കാറുണ്ട്. നന്നായി ശ്രദ്ധിച്ച് കേൾക്കണം സഹോദരങ്ങളെ. ആരും വസ്വാസിലകപ്പെട്ടു പോകരുത്. യഥാർത്ഥത്തിൽ നമ്മുടെ കേവല ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ അത് പ്രായോഗികമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രായോഗികമല്ലാത്തത് പറയില്ല. കാരണം അള്ളാഹുവിങ്കൽ നിന്ന് വഹി ലഭിച്ചുകൊണ്ട് സംസാരിക്കുന്ന പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, നിങ്ങൾ സമയവ്യത്യാസം അറഫയിലെ രാവിലെ 6:30 വിചാരിക്കാം. ആ 6:30 ആകുമ്പോ അമേരിക്കയിലെ വാഷിംഗ്ടണിൽ രാത്രി 11:30 മണിയാണ്. എങ്ങനെയാണ് ഐക്യദാർഢ്യം? ഹാജിമാര് അറഫയിൽ നിൽക്കുമ്പോഴും അവര് നോമ്പനുഷ്ഠിക്കുക. ഇനി ന്യൂസിലാൻഡിൽ വൈകുന്നേരം 3:30, അറഫയിൽ രാവിലെ 6:30. ആ ഹാജിമാർ പിന്നെ മടങ്ങുമ്പോ, അറഫയിൽ നിന്ന് മടങ്ങുമ്പോ അവിടെ സമയം രാവിലെ 6:30. അപ്പൊ ഇങ്ങനെ ലോകത്ത്, ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞത്, ഇവർക്ക് ഒരു കാലത്തും യഥാർത്ഥത്തിൽ ഈ പറഞ്ഞത് പ്രകാരം അറഫ നോമ്പെടുക്കാൻ പറ്റില്ല. അപ്പോ നമ്മുടെ ബുദ്ധി ഒന്ന് മാറ്റിവെച്ച് ചിന്തിച്ചാൽ ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ പ്രവാചകന് അള്ളാഹു വഹി കൊടുത്തുകൊണ്ടാ പറഞ്ഞത് സൂമൂ ലിറുഅയതിഹി വഅഫ്തിറൂ ലിറുഅയതിഹി. ഇനി റസൂലുള്ളാഹിന്റെ വല്ല ഹദീസും ഉണ്ടോ
ഹാജിമാരെല്ലാവരും അറഫയിൽ നിൽക്കുമ്പോൾ ലോകത്തിൽ എല്ലാവരും നോമ്പനുഷ്ഠിക്കണം. ഈ ഐക്യദാർഢ്യം ഇവിടെ ആരൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചുണ്ടാക്കിയതാണ്. ഒരു പ്രവാചകന്റെ ഹദീസിന്റെ തെളിവും അതിന് പിന്നിലില്ല. അതുകൊണ്ട് അബദ്ധത്തിൽ ചാടരുത്. റസൂലുള്ളാഹി പറഞ്ഞെന്താ? കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂമു, നോമ്പനുഷ്ഠിച്ചിരുന്നു, ദിൽഹിജ്ജ, ദുൽഹജ്ജ് 9 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പനുഷ്ഠിച്ചിരുന്നു എന്ന് ഹദീസിൽ കാണുവാൻ പറ്റും. അതുകൊണ്ട് ജീവിതത്തിൽ അള്ളാഹ് നമുക്ക് നൽകുന്ന സൗഭാഗ്യങ്ങൾ നമ്മുടെ കേവലമായ ബുദ്ധി കൊണ്ടല്ല അളക്കേണ്ടത്. പ്രവാചകൻ എങ്ങനെയാണ് അനുഷ്ഠിച്ചത്, സഹാബത്ത് എങ്ങനെയാണ് ഉൾക്കൊണ്ടത്, പ്രവാചകനും സഹാബത്തും അത് സമൂഹത്തോട് എങ്ങനെയാണ് അത് അനുഷ്ഠിക്കാൻ പറഞ്ഞത് എന്ന് കൃത്യമായി പഠിക്കാം. അത് പഠിക്കാതെ ആരെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ, ഒരു വാട്സപ്പിൽ വന്നൊരു മെസ്സേജിന്റെ പേരിൽ വസ്വാസാകേണ്ട ആളുകളല്ല കേട്ടോ മുഅ്മിനീങ്ങൾ. വെറുതെ ഹാലള കണ്ടവരല്ല. അതെന്തുകൊണ്ടാണെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ അസ്ല് പഠിക്കാത്തോണ്ടാണ്. എല്ലാ കാര്യങ്ങൾക്കും റഹ്മാനായ റബ്ബിന്റെ ദീനിൽ തെളിവുണ്ട്. അത് മുറുകെ പിടിച്ച് ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സൗഭാഗ്യങ്ങൾ നൽകും. ഒരു മനപ്രയാസമില്ലാതെ ഇബാദത്ത് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താണെന്നറിയോ, പല കാരണവും പറഞ്ഞ് എല്ലാ ദീനിന്റെ സന്തോഷങ്ങളും നഷ്ടപ്പെടുന്നു മാത്രമല്ല, ദീനിയായിട്ടുള്ള അവസരങ്ങളും നഷ്ടപ്പെടും. ആളുകൾക്കിടയിൽ വലിയ പ്രശ്നക്കാരായി നമ്മൾ മാറുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്ന ഓരോ കർമ്മങ്ങളും ചിട്ടയായി പ്രവാചകന്റെ ദീനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഒരു വേദഗ്രന്ഥം എന്റെ വലത് കൈയിൽ തന്നിട്ട് അത് പഠിപ്പിച്ച ഒരു പ്രവാചകന്റെ 23 വർഷക്കാലം എന്റെ മുന്നിലുണ്ടായിട്ട് ഞാൻ വഴിപിഴച്ചു പോകുന്നുവല്ലോ എന്നത് ചിന്തിക്കാനുള്ള വിവേകമെങ്കിലും നമ്മൾ കാണിക്കണം. മടക്കമാണ് പകരമുള്ളത്. ഒന്ന് മടങ്ങുക ഖുർആനിലേക്ക്, പ്രവാചകന്റെ അധ്യാപനങ്ങളിലേക്ക്. അത് തന്നെയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എല്ലാം ചിട്ടയായി മുഖ്ലിസീങ്ങളായി ചെയ്യാൻ നമുക്ക് സാധിക്കണം. അറഫ നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. ദുൽഹജ്ജ് 1 മുതൽ 10 വരെ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ, അത് കൃത്യതയോടുകൂടി പാലിച്ച് ജീവിക്കാൻ, അത് ഒന്നുകൂടി മാറ്റുരച്ച് അടുത്ത കാലത്തേക്ക് ഒന്നുകൂടി എന്റെ ജീവിതത്തെ മാറ്റാൻ എനിക്ക് ഉതകുന്ന കർമ്മങ്ങൾ ചെയ്ത് വിശ്വാസം തിന്മകളിൽ നിന്ന് മാറ്റിയെടുത്ത് ഒക്കെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, ഒരുവിനെ അറുക്കാൻ വേണ്ടി നാം ഒരുങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം, ആ ദുൽഹജ്ജ് മാസപ്പിറവി കണ്ടത് മുതൽ നാം നഖവും മുടിയും മുറിക്കാതെ അതിനുവേണ്ടി കാത്തിരിക്കാൻ, നാവ് കൊണ്ട് കളവ് പറയാതെ, പ്രവർത്തനങ്ങളിൽ ഒരു ഹറാമുമില്ലാതെ, ഒരു പവിത്രമായ മനസ്സിന്റെ ശുദ്ധമായ ശരീരത്തിന്റെ ഉടമയായി ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ തുടർന്നുള്ള ജീവിതം അള്ളാഹ് അങ്ങനെ തന്നെ ഉണ്ടാക്കിത്തരും. അള്ളാഹ് അങ്ങനെ തന്നെ നമ്മെ സംരക്ഷിക്കും. അങ്ങനെ അള്ളാഹു സംരക്ഷിക്കുന്ന ഉത്തമ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ദീനിനെ ശരിയാവണ്ണം മനസ്സിലാക്കി ഉൾക്കൊണ്ട് ശരിക്കും മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ശങ്കയില്ലാതെ ദീനിനെ മനസ്സിലാക്കാൻ മാത്രം അറിവ് നേടാനുള്ള തൗഫീഖ് നമുക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണത്തിന് ശേഷം അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോൾ 14 നൂറ്റാണ്ട് മുമ്പ് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രവാചകൻ ജീവിച്ചതുപോലെ, സഹാബത്ത് ഉൾക്കൊണ്ട് ജീവിച്ചതുപോലെ ജീവിച്ചവനാണ് ഞാൻ എന്ന സന്തോഷം ലഭിക്കുന്ന ഉത്തമരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് പുറത്തു നൽകി ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഭാര്യമാർ, സന്താനങ്ങൾ, ഭർത്താക്കന്മാർ എല്ലാവരുടെയും ഖബറിടം അള്ളാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് അല്ലാഹു റഹ്മത്തും ബർക്കത്തും നൽകി സമാധാനപൂർണ്ണമായ ഒരു ജീവിതം പകരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെയും അവരെയും അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.